നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഓരോ പാർട്ടിക്കും ലഭിച്ച വോട്ടുകളുടെ കണക്ക് വിവരം ഒരു കാര്യം വ്യക്തമാക്കുന്നു. ഇവിടെ മുസ്ലിം രാഷ്ട്രീയം കൂടുതൽ ശക്തമാവുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ 4ാം സ്ഥാനത്തായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, 1ാം സ്ഥാനം കോൺഗ്രസിനും 2ാം സ്ഥാനം CPM-നും 3ാം സ്ഥാനം BJP-ക്കുമാണ്. കേരളത്തിലെ 1200 തദ്ദേശ സ്ഥാപനങ്ങളുള്ള 23,612 വാർഡുകളിൽ വോട്ടെടുപ്പ് നടന്ന 1199 തദ്ദേശ സ്ഥാപനങ്ങളുള്ള 23,577 വാർഡുകളിൽ 2,844 വാർഡ് മുസ്ലിം ലീഗ് നേടി. നിരോധിക്കപ്പെട്ട മുസ്ലിം സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയായി അറിയപ്പെടുന്ന SDPI വേറെ 97 സീറ്റ് സ്വന്തം പേരിലും മതരാഷ്ട്രത്തിനു വേണ്ടി നിലകൊള്ളുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ വെൽഫെയർ പാർട്ടി 31ാം വാർഡ് സ്വന്തമാക്കി. മദനിയുടെ PDPക്ക് 5 സീറ്റും ലഭിച്ചു. മൊത്തം 2,977 സീറ്റ് നേടി. 2020-ലേക്കാൾ അവർ നില ഗണ്യമായി മെച്ചപ്പെടുത്തി. 76.2% പേർ വോട്ട് ചെയ്ത 2020-ലെ തെരഞ്ഞെടുപ്പിൽ 9.06% അവരുടെ വോട്ട് ശതമാനം. അത് ഫലത്തിൽ 12.6%. വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിലും കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ ചില പോക്കറ്റുകളിലും മാത്രം സാന്നിധ്യം ഉറപ്പിച്ചിരുന്ന മുസ്ലിം പാർട്ടികൾ പല പേരിൽ തെക്കൻ കേരളത്തിൽ സാന്നിധ്യം ഉറപ്പിക്കുന്നു. കോൺഗ്രസിന്റെ തോളിലേറിയാണ് ഈ യാത്ര. കൊച്ചിയിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിന് ലീഗ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. 50കളിലും 60കളിലും കോൺഗ്രസും CPM-ഉം ചെറിയ പാർട്ടികളുടെ തോളിലേറി അവരുടെ അണികളെ വശത്താക്കി വളർന്നതുപോലെ മുസ്ലിം രാഷ്ട്രീയം ഇപ്പോൾ കോൺഗ്രസിന്റെ തോളിലേറി തെക്കോട്ട് യാത്ര തുടങ്ങി. കോട്ടയത്ത് മത്സരിച്ചാലും ഞാൻ ജയിക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് വെറുതെയല്ല, ആഗ്രഹപ്രകടനവുമല്ല. പെട്ടെന്ന് അദ്ദേഹം ആ മത്സരത്തെ 1995-ലെ ആന്റണിയുടെ തിരുരങ്ങാടി മത്സരവുമായി തുലനം ചെയ്തു. ആന്റണിയുമായി ഏതെങ്കിലും തലത്തിൽ തുലനം ചെയ്യാനാവുന്ന രാഷ്ട്രീയക്കാരനാണോ കുഞ്ഞാലിക്കുട്ടി? ക്രൈസ്തവ നാമധാരിയെങ്കിലും പള്ളിയെയും പട്ടക്കാരനെയും തള്ളിപ്പറഞ്ഞ് നടക്കുമായിരുന്നു അക്കാലത്ത് ആന്റണി. ദൈവവിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത കാലം. ലീഗ് കോട്ടയാണെങ്കിലും തിരുരങ്ങാടിയിൽ അന്ന് ഒഴിവുണ്ടായത് UA ബിരാൽ ലീഗ് വിട്ട് സേട്ടുവിന്റെ പാർട്ടിയിൽ ചേർന്ന് നിയമസഭാംഗത്വം രാജിവെച്ചത് കൊണ്ടാണ്. ബീരാനും സേട്ടുവിനും അവിടെ എത്ര ജനപിന്തുണ ഉണ്ടെന്ന് ലീഗിന് ഉറപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആന്റണിയെ നിർത്തി ലീഗ് ശക്തി പരീക്ഷിക്കുക കൂടി ആയിരുന്നു. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റ് ഇക്കുറി മുസ്ലിം ലീഗിന് കൊടുക്കേണ്ടി വന്നു. വൈക്കമാണ് കൊടുത്തത്. അത് സ്ഥാനാർത്ഥിയില്ലാതെ തിരിച്ചു കൊടുത്തു. അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കണമെന്ന വ്യവസ്ഥയിലാണ് സീറ്റ് മടക്കി കൊടുത്തത്. അതായത് 2030-ൽ ലീഗിന് കോട്ടയം ജില്ലയിൽ ഒരു സീറ്റ് കിട്ടിയിരിക്കും. വെൽഫെയർ പാർട്ടിയെ ജനാധിപത്യ മുന്നണിയുടെ സഹകാരിയാക്കുവാൻ ലീഗ് നേതൃത്വം തയ്യാറായതും വലിയ സൂചനയാണ്. ലീഗിന്റെ അസ്തിത്വത്തിന് തന്നെ അപ്തകരമായ നീക്കമാണിത്. എന്നിട്ടും അവർ അതിന് കൂട്ടുനിൽക്കുന്നത് വരാനിരിക്കുന്ന വലിയ കളിയുടെ ഭാഗം തന്നെയാണ്. ഇരു മുന്നണികളും മുസ്ലിം രാഷ്ട്രീയത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അതിരുവിട്ട മുസ്ലിം പ്രീണനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് പ്രത്യേകിച്ചും CPM-ന്റെ ഏറെ ഈഴവ വോട്ടുകൾ നഷ്ടപ്പെടുത്തിയെന്ന് മനസ്സിലായ CPM തിരുത്തൽ നടപടികൾ തുടങ്ങി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതും കാര്യമായ ഗുണം ചെയ്തില്ല. ലീഗ് വർഗീയ ശക്തിയാണെന്നും കോൺഗ്രസ് ലീഗിന് വിടുപണി ചെയ്യുകയാണെന്നും എല്ലാം പറഞ്ഞ് SNDP യോഗം പ്രസിഡന്റിനെയും കളത്തിലിറക്കി. അദ്ദേഹം 3-4 പ്രസംഗങ്ങൾ കൊണ്ട് മുസ്ലിം സമൂഹത്തെ ആകെ സർക്കാർ വിരുദ്ധരാക്കി. ഇടതുമുന്നണിയുടെ തോൽവിയുടെ ഉത്തരവാദിത്തം മുഴുവൻ വെള്ളാപ്പള്ളിയിൽ ചാർത്താനാണ് പലരും നോക്കുന്നത്. ഉടൻ അദ്ദേഹം തുടങ്ങി, പാവപ്പെട്ട സമുദായത്തിൽ പെട്ടവനായതുകൊണ്ടല്ലേ ഇത്? അദ്ദേഹം കാണിക്കുന്ന എല്ലാ അബദ്ധങ്ങൾക്കും സാമുദായികമായ ഭാഷ്യം ചമക്കുകയാണ് അദ്ദേഹം. കോൺഗ്രസ് രണ്ടും കൽപ്പിച്ചാണ്. മുസ്ലിം മത രാഷ്ട്രവാദം ഉയർത്തുന്നവർ എന്നും മുസ്ലിം സംഘടനയായ സമസ്ത പോലും കുറ്റപ്പെടുത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി പോലും അവർ കൂട്ടുകൂടുകയാണ്. പണ്ട് അകാലികളെ തോൽപ്പിക്കുവാൻ ജനറൽ സിംഗ് ഭീന്ദ്രൻവാലയെ പഞ്ചാബിൽ ശക്തരാക്കിയതുപോലെ ഒരു അപകടകരമായ നീക്കമാണിത്. കോൺഗ്രസിന്റെ തോളിലിരുന്ന് അവർ സീറ്റുകൾ വർദ്ധിപ്പിച്ചു. 31 സീറ്റിൽ വിജയിച്ചു. അത്ര ശക്തമാണ് ഭരണവിരുദ്ധ വികാരം. ഭരണവിരുദ്ധ വികാരം കൊണ്ട് വോട്ട് മാറി ചെയ്യുന്നവർ കൂടാരം വിടുന്നവരല്ല. ഇടതു മുന്നണിയുമായുള്ള രഹസ്യ ബാണ്ഡവമാണ് കോൺഗ്രസ് മുന്നണിയുമായുള്ള പരസ്യ സമ്മതത്തെക്കാൾ നല്ലതെന്ന് വെൽഫെയർ പാർട്ടിക്ക് തോന്നുന്നുണ്ട്. 2020-ൽ 75 വാർഡുകൾ ജയിച്ചവരാണ് ഇക്കുറി 31 വാർഡിൽ ഒതുങ്ങിയതെന്നാണ് അവർ പറയുന്നത്. ഡിസംബർ 9, 11 തീയതികളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടർമാരിൽ 73.69% പേരാണ് വോട്ട് ചെയ്തത്. 2.86 കോടി വോട്ടർമാരിൽ 2.11 കോടി മാത്രം സമ്മതിദാനാവകാശം നിർവഹിച്ചു.
കൃത്യമായി പറഞ്ഞാൽ 2,86,7,658 വോട്ടർമാരിൽ 2,10,79,570 പേർ വോട്ട് ചെയ്തു. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ 287 വോട്ടർമാരിൽ 116 പേർ വോട്ട് ചെയ്തു. 27% പേർ വോട്ട് ചെയ്യാത്ത 2025 ഒന്നാം സ്ഥാനത്തെത്തിയ കോൺഗ്രസിന് 29.17%, രണ്ടാം സ്ഥാനത്തെത്തിയ CPM-ന് 27.16%, മൂന്നാമതെത്തിയ BJP-ക്ക് 14.16%മാണ് വോട്ട്. 2020 ഒന്നാമതിരുന്ന CPM 26.71%, രണ്ടാമതായിരുന്ന കോൺഗ്രസ് 25.29%, മൂന്നാമതായി BJP 14.8% വോട്ട് നേടിയിരുന്നു. പോളിംഗ് ശതമാനം കുറഞ്ഞതുകൊണ്ടാവണം എല്ലാ പാർട്ടിക്കും ലഭിച്ച വോട്ട് ശതമാനത്തിലും കുറവുണ്ട്. CPI-യുടെ വോട്ട് ശതമാനം 2020 6.93 ആയിരുന്നത് 2025 5.58 1%-ലേറെ ചോർച്ച. രാഷ്ട്രീയ ജനതാളിന്റെ വോട്ട് ശതമാനം 1.72 നിന്നും 0.72 1% കൂടുതൽ വോട്ട് വേറെ ആർക്കുമില്ല. BJP-യുടെ സഖ്യകക്ഷിയായ BDJS-ന് 0.23% 2020 വോട്ട് ശതമാനം. അത് 0.26 വർദ്ധിച്ചു. അതായത് BDJS നേരിയ വളർച്ച കാണിക്കുന്നുണ്ട്. ജനതാൾ 0.83% നിന്നും 0.31% കുറഞ്ഞു. ക്രൈസ്തവരുടെ പാർട്ടി എന്ന് ചിത്രീകരിക്കപ്പെടുന്ന കേരള കോൺഗ്രസുകളിൽ മാണി വിഭാഗമാണ് 2025 വോട്ട് ശതമാനത്തിൽ മുന്നിൽ. അവർക്ക് 1.62% വോട്ടുണ്ട്. ജോസഫിന് 1.33%, ജേക്കബിന് 0.16% വോട്ടാണുള്ളത്. വാർഡുകളുടെ എണ്ണത്തിൽ ജോസഫാണ് മുന്നിൽ. അവർക്ക് 332 സീറ്റ് ലഭിച്ചപ്പോൾ ജോസിന് കിട്ടിയത് 246 സീറ്റാണ്. എല്ലാം കൂടി ചേർന്നാലും വരുന്നത് 3% വോട്ടുകൾ മാത്രം. 2020 ജോസിന് 2.54%, ജോസഫിന് 1.99%, ജേക്കബിന് 0.23% വോട്ട് ലഭിച്ചിരുന്നു. അതായത് 5% അടുത്ത വോട്ട്. കേരള കോൺഗ്രസുകാരിൽ അവരിൽ വലുത് ആരെന്ന കാര്യത്തിലാണ് തർക്കവും ആശങ്കയും. അല്ലാതെ 2020 അവർക്കുണ്ടായിരുന്ന 5% വോട്ട് 3% കുറഞ്ഞതിൽ വലിയ ആശങ്ക കാണുന്നില്ല. കേരള കോൺഗ്രസിന്റെ പോളിംഗ് ശതമാനം കുറഞ്ഞതിലും ആശങ്കയില്ല. ഞാനാണ് കേമൻ എന്ന് സ്ഥാപിച്ചെടുത്താൽ മതി. വാക്കുകൾ കൊണ്ട് തെളിയിച്ചിട്ട് എന്ത് ഫലമെന്ന് പോലും ചിന്തിക്കുന്നില്ല. വിദേശ കുടിയേറ്റം സുപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതും കൃത്യമായ സൂചനയാണ്. തെരഞ്ഞെടുപ്പിൽ സാമാന്യം നല്ല ഫലം ഉണ്ടായിട്ടും കോൺഗ്രസും ലീഗും ജോസിനെയും പാർട്ടിയും ജനാധിപത്യ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. പറ്റുന്ന കേന്ദ്രങ്ങളെ കൊണ്ട് അവരുടെ മേൽ എല്ലാ സമ്മർദ്ദവും ചെലുത്തുന്നുണ്ട്. ജോസിനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രചാരണവും നടത്തുന്നുണ്ട്. ജോസ് വഴങ്ങുന്നില്ല. മുന്നണിയിൽ ജോസഫുമായി പോരാടിക്കുവാൻ ഒരാളെ വേണ്ടതിനാണ് തങ്ങളെ നോക്കുന്നതെന്നാണ് അവരുടെ ചിന്ത. ജോസഫ് വല്ലാത്ത ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. ജോസ് കൂടി ഉണ്ടെങ്കിൽ കുരങ്ങന്മാരെ തമ്മിലടിപ്പിച്ച് കുരങ്ങൻ അപ്പം പങ്കുവച്ചതുപോലെ അത് പരിഹരിക്കാമെന്ന് അവർ കരുതുന്നു. ഒന്നിച്ചൊരു വീട്ടിൽ കഴിയാനാവാത്തത് കൊണ്ട് 2 വീടായവർ സമാധാനത്തോടെ 2 വീട്ടിൽ കഴിയട്ടെ എന്നാണ് ജോസിന്റെ പക്ഷം. 1981 സാക്ഷാൽ KM മാണിയെ ഇങ്ങനെ ഇടതുമുന്നണിയിൽ നിന്നും ഇറക്കിക്കൊണ്ട് വന്നതാണ്. അന്നത്തെ അനുഭവങ്ങളൊക്കെ ജോസ് കേട്ടറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ജോസ് തീർത്ത് പറയുന്നു, ഞങ്ങൾ ഇടതുമുന്നണി വിടില്ല. ഞങ്ങൾ ഇവിടെ ഹാപ്പിയാണ്. ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിക്കാം. ഞങ്ങൾക്ക് മാന്യമായ പരിഗണന ലഭിക്കുന്നുണ്ട്. ഇടതുമുന്നണിയോട് ഒപ്പം നിന്ന ജനങ്ങളിൽ ഉള്ള വിഷമങ്ങൾ പരിഹരിച്ച് തെരഞ്ഞെടുപ്പിന് നേരിടുകയാണ് അവർക്കുള്ള മാർഗം. സീറ്റുകൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് പഠിക്കണം. 3 പതിറ്റാണ്ട് പോരടിച്ചവരാണ് കേരള കോൺഗ്രസ് മാണിക്കാരും CPM പ്രവർത്തകരും. രാഷ്ട്രീയ വിദ്യാഭ്യാസം ഉള്ളവരാണ്. കേരള ഭരണം പിടിക്കണമെങ്കിൽ പലതും മറന്ന് എതിരാളിയെ തോൽപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെ മാത്രം പ്രവർത്തിക്കേണ്ടി വരും. അതിന് 2 പാർട്ടികളും സജ്ജമാക്കിയാൽ അവർക്ക് ഇനിയും അംഗത്തിന് ബാല്യമുണ്ട്. ഇന്നലെ വരെ മുഖസ്തുതി പറഞ്ഞിരുന്ന പലരും ശത്രുക്കളായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലും മറ്റും ജോസ് തീർന്നു എന്നെല്ലാം ഇവർ വിളിച്ചു പറയുന്നുണ്ട്. ഇവരോട് പിണറായിയുടെ ശൈലി തന്നെയാണ് നല്ലത്. അകറ്റി നിർത്തിയേക്കുക. അവർ അങ്ങനെയാണ്. കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന ധാരണയിൽ ചെയ്യുന്നതാണ്. അതിന് പിന്നിൽ പലതും കാണും. ജോസിനും ജോസഫിനും മറുവശത്തു നിന്നും ആളെ പിടിക്കാം. മാണിയോടൊപ്പം ഉണ്ടായിരുന്ന എത്രയോ പേർ ഇപ്പോൾ തന്നെ ജോസഫിനൊപ്പം ഉണ്ട്. അവരുടെ സ്ഥിതി എല്ലാവരും കാണുന്നതല്ലേ. കേരള കോൺഗ്രസുകാർ പരസ്പരം ചീത്ത വിളിക്കേണ്ടതുണ്ടോ എന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ചീത്ത വിളിക്കുന്നവരാണ് ചീത്തയാകുന്നത് എന്ന് ഓർക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇടതുമുന്നണിയിൽ നല്ല ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്.
ഒപ്പം പ്രത്യാശയും. ആഞ്ഞു പിടിച്ചാൽ മൂന്നാം ഊഴം അസാധ്യമല്ലെന്ന് തോന്നിപ്പിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം. തോൽവിക്ക് ആരെയെങ്കിലും ബലിയാടാക്കിയത് കൊണ്ട് ഫലമുണ്ടാവില്ല. മുന്നണി ബന്ധങ്ങൾ ശക്തമാക്കണം, ജയിക്കണമെന്ന് ആഗ്രഹിക്കണം, ഒന്നിച്ചു നിന്നാലേ ജയിക്കൂ എന്ന് എല്ലാവർക്കും തോന്നണം, അതനുസരിച്ച് പ്രവർത്തിക്കണം. പിണറായി സർക്കാരിന്റെ മൂന്നാം ഊഴം ഉണ്ടായാൽ ഇവരുടെ എല്ലാം ധാർഷ്ട്യവും ഏതു പരിധിവരെ എത്തുമെന്ന ഭയം ജനത്തിനുണ്ട്. അത് മാറ്റണം. പല മെമ്പർമാരെ കുറിച്ചും സഖാക്കൾ തന്നെ ഇക്കാര്യം പറഞ്ഞില്ലേ. ജയിക്കാൻ വേണ്ടി ഏത് കളിയും കളിക്കരുത്. അത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ മത്സരിച്ച വൈഷ്ണയുടെ കാര്യത്തിൽ എന്ന പോലെ വരും. വൈഷ്ണയുടെ അത്രയുമൊക്കെ കാണിച്ചില്ലായിരുന്നെങ്കിൽ അവർ ജയിക്കുമായിരുന്നോ? അതുപോലെയായില്ലേ രാഹുൽ മാങ്കുട്ടത്തിനെതിരായ പടയൊരുക്കവും. രാഹുൽ ചെയ്തതായി പറയുന്നത് സുമനസുകളായ ആർക്കും അംഗീകരിക്കുവാനാവാത്ത കാര്യങ്ങളാണ്. പക്ഷേ അദ്ദേഹത്തിനെതിരായ വേട്ട തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടായിരുന്നില്ലേ? ആ വ്യഭിചാര കഥകൾ ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാക്കിയോ? ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണമെന്നത് പ്രകൃതിയുടെ നിയമമാണ്. പാപം നിങ്ങളെ എന്നും വേട്ടയാടുമെന്ന് എല്ലാവരും ഓർക്കുന്നത് നല്ലത്. പക്ഷെ അത് ഇന്നത്തെ കാലത്ത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കണമെന്നില്ല. കോൺഗ്രസിനും ജനാധിപത്യ മുന്നണിക്കും ഏറെ പ്രത്യാശ പകരുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം. വിജയം അടുത്തെത്തി എന്ന് ഉറപ്പ് പകരുന്ന ഫലം. എങ്കിലും കേരളം പിടിക്കുമെന്ന ഉറപ്പൊന്നും ഈ ഫലം പകരുന്നില്ല. ഈ ആത്മവിശ്വാസക്കുറവാണ് ജോസിനും മറ്റുമുള്ള ക്ഷണത്തിന് പിന്നിൽ എന്നാണ് പ്രധാനമായും ചിത്രീകരിക്കപ്പെടുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കപ്പെടണം എന്നില്ല എന്ന് നേതാക്കൾ മനസ്സിലാക്കുന്നു. ഒന്നാമത്തെ കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കൂടുമെന്ന് തന്നെയാണ്. മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രർ പിടിച്ച 13.03% വോട്ട് എങ്ങോട്ട് പോകുമെന്നും ഉറപ്പില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നല്ലാതെ ഭരണം കിട്ടിയാൽ ഇതിലും കേമമാകുമെന്ന് ഒരു ഉറപ്പും ജനത്തിനില്ല. ഒന്നാമത്തെ വിഷയം സാമ്പത്തികം തന്നെയാണ്. പലതും പറയുന്നുണ്ടെങ്കിലും പണം എവിടെ നിന്ന് എന്ന ചോദ്യമുണ്ട്. കേന്ദ്രം തരില്ല, കേരളത്തിൽ നികുതി കൂട്ടാനും വകുപ്പില്ല. അഴിമതിയുടെയും ദൂർത്തിന്റെയും കാര്യത്തിൽ, വിദേശയാത്രകളുടെ കാര്യത്തിൽ എല്ലാം എത്ര ലാവിഷായിരുന്നു ജനാധിപത്യ മുന്നണിയുടെ 2011 സർക്കാർ. ഇരു മുന്നണികൾക്കുമുള്ള ഈ ആത്മവിശ്വാസക്കുറവും അത് അപരനുണ്ടാക്കുന്ന പ്രത്യാശയും നല്ല അടയാളമാണ്. BJPയുടെ സീറ്റുകൾ വർദ്ധിച്ചുവെങ്കിലും വോട്ട് ശതമാനം കുറഞ്ഞു. അവർക്ക് സമൂഹത്തിൽ ഉണ്ടായിരുന്ന അസ്പർശ്യത ഏതാണ്ട് ഇല്ലാതായി. ക്രൈസ്തവ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഈ മാറ്റത്തെ ചാലുകീറുവാൻ BJPക്ക് ആയിട്ടില്ല. അതിനു വേണ്ടത് പ്രാദേശിക നേതാക്കളാണ്. പ്രാദേശിക വിഷയങ്ങളിൽ ഇടപെടുന്നവർ, ഓരോ ആവശ്യത്തിനും സഹായമാകുന്നവർ. അവരിൽ ഒരാൾ. അങ്ങനെയുള്ളവർ ഉണ്ടാകാതെ ജനങ്ങളുടെ മനസ്സിലുള്ള മാറ്റം വോട്ടാകില്ല. ചാനൽ ചർച്ചയും സോഷ്യൽ മീഡിയയും എത്ര വോട്ടുണ്ടാകുമെന്ന് കണ്ടറിയണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുത്തൽ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. CPM-ഉം മുസ്ലിം സമൂഹവുമായുള്ള ബന്ധം ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ ആധാരമാക്കിയല്ല നിർണയിക്കപ്പെടുന്നതെന്ന് പിണറായി പറഞ്ഞു. സമസ്തയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന സന്ദേശയാത്രയ്ക്ക് ഡിസംബർ 20 തലസ്ഥാനത്ത് നൽകിയ സ്വീകരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഡിസംബർ 19 നാഗർകോവിലിൽ ആരംഭിച്ച സന്ദേശയാത്ര ഡിസംബർ 28 മംഗലാപുരത്ത് സമാപിക്കും. വർഗീയ ശക്തികൾക്കെതിരായ പോരാട്ടത്തിൽ ഇടതിനൊപ്പം നിൽക്കാൻ സമസ്തയ്ക്ക് കടമയുണ്ടെന്ന് പിണറായി പറഞ്ഞു. ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കുന്നത് ന്യൂനപക്ഷങ്ങളെ എതിർക്കലല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിന് നിയോഗിക്കപ്പെട്ട JB കോശി കമ്മീഷന്റെ 2023 മെയ് 17 സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് 2026 മെയിലെങ്കിലും പ്രസിദ്ധീകരിക്കുമോ എന്ന സംശയം ബാക്കി നിൽക്കുമ്പോൾ മുസ്ലിം സമൂഹത്തെ സഹായിക്കുന്നതിന് ശുപാർശകൾ സമർപ്പിക്കുവാൻ നിയുക്തനായ പാലോളി കമ്മിറ്റിയുടെ റിപ്പോർട്ട് മണിക്കൂർ വെച്ച് തയ്യാറാക്കപ്പെട്ടതും നടപ്പാക്കപ്പെട്ടതും ഇവിടെ ഓർക്കണം. ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പിണറായി അവസാനിപ്പിച്ചു. ഏതാണ്ട് ഗവർണർ പറഞ്ഞ വ്യവസ്ഥകളിൽ പിണറായി വഴങ്ങി. ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് ശാഠ്യം പിടിച്ചിരുന്ന ഡോക്ടർ സിസ തോമസിനെ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറാക്കുവാൻ സമ്മതിച്ച് വലിയ കീഴടങ്ങൽ തന്നെയാണ്. സുപ്രീം കോടതി ജഡ്ജി സുധാൻഷു ധൂലിയ സമർപ്പിച്ച പേരുകളിൽ സർക്കാർ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ പേരായിരുന്നു ഡോക്ടർ സിസ. അവസാനം അവരെ തന്നെ നിയമിക്കാൻ സർക്കാർ തയ്യാറായി. അവരെ കരിങ്കൊടി കാണിച്ചവർ അവർക്ക് പൂമാലയിട്ടു. അവർക്ക് കൂടിക്കാഴ്ചയ്ക്ക് അവസരം നിഷേധിച്ചവർ അവർക്ക് വേണ്ടി വാതിൽ തുറന്നിട്ട് കാത്തിരുന്നു. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റ് നടത്തുന്നതും ഭവാൻ, മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പേറ്റുന്നതും ഭവാൻ എന്ന കവിവചനം എത്രയോ സത്യം. സർക്കാർ വല്ലാതെ വേട്ടയാടിയ ഉദ്യോഗസ്ഥയാണ് സിസ തോമസ്. കേരളത്തിലെ പ്രസിദ്ധ എഞ്ചിനീയറിംഗ് കോളേജായ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും പ്രഗത്ഭമായ വിധത്തിൽ BTech-ഉം M.Tech-ഉം പാസ്സായി ബംഗളൂരിലെ പ്രസിദ്ധമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്നും PhD നേടിയ പ്രഗത്ഭയായ വിദ്യാഭ്യാസ പ്രവർത്തകയാണ് സിസ തോമസ്.
1991 ജൂൺ 21 സർവീസിൽ പ്രവേശിച്ചു. നിരവധി ഗവേഷണ പ്രബന്ധങ്ങളും അക്കാദമിക് നേട്ടങ്ങളും കൈവരിച്ച മഹതി 2010 അവരെ കേരള സർക്കാർ പ്രശംസിച്ചു. 2014 മികച്ച പ്രവർത്തനത്തിന് അവർക്ക് കേരള സർക്കാരിന്റെ പ്രശംസ ലഭിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ആയിരുന്ന സിസ തോമസിനെ 2022 നവംബറിൽ ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ആക്കി. കേരള സർക്കാർ ഈ സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്ത പേരുകൾ അംഗീകരിക്കാതെയാണ് ഗവർണർ അവരെ നിയമിച്ചത്. അതോടെ അവരുടെ കഷ്ടകാലവും ആരംഭിച്ചു. സാങ്കേതിക സർവകലാശാലയിലെ സർക്കാർ വിലാസം സിൻഡിക്കേറ്റ് അവർക്ക് കൂട്ടുവിലങ്ങിടാൻ തീരുമാനിച്ചു. പക്ഷെ സിസയെ പിടിക്കാനായില്ല. സർക്കാർ അവർക്കെതിരെ വൈരനിരാധന ബുദ്ധിയോടെ നടപടികൾ എടുത്തു. സർവീസിൽ നിന്നും വിരമിക്കുന്നതിന് 1 മാസം മുമ്പ് സീനിയർ ജോയിന്റ് ഡയറക്ടറുടെ ചുമതലയിൽ നിന്നും അവരെ നീക്കി. പകരം ചുമതല കൊടുത്തില്ല. ദൂരെ എവിടെയോ മാറ്റാനായിരുന്നു പരിപാടി. അവർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചു. വിരമിക്കുവാൻ 1 മാസം മാത്രമുള്ള അവർക്ക് തലസ്ഥാനത്ത് തന്നെ നിയമനം നൽകണമെന്ന് കാറ്റ് ഉത്തരവിട്ടു. സർക്കാരിന് വീണ്ടും തിരിച്ചടിയായി. ബാർട്ടണൽ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളായി നിയമിച്ചു. തുടർന്ന് മെമ്മോ നൽകി. സർക്കാർ അനുമതി ഇല്ലാതെ വൈസ് ചാൻസലറായി എന്തായിരുന്നു കുറ്റം? സിസിയുടെ വാദം ഇക്കുറിയും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അംഗീകരിച്ചു. എന്നാൽ അവർക്കെതിരെ പറയുന്ന ആരോപണങ്ങളിൽ വിശദീകരണം ചോദിക്കുവാൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സർക്കാരിന് അനുമതി നൽകി. സർവീസിൽ നിന്നും വിരമിക്കുന്ന 2023 മാർച്ച് 31 ഹിയറിംഗ് അഡീഷണൽ സെക്രട്ടറിയുടെ മുന്നിൽ ഹാജരാകണമെന്ന് കാണിച്ച് മാർച്ച് 30 ഓഫീസിന് സമയത്തിന് ശേഷം ഈ മെയിലായി കത്തുകൊടുത്തു. വിരമിക്കൽ ദിവസമായതിനാലും പ്രിൻസിപ്പാൾ എന്ന നിലയിലും മാർച്ച് 31 ബില്ലുകൾ മാറുന്നതടക്കമുള്ള ഉത്തരവാദിത്തങ്ങളും കാണിച്ച് ഹാജരാകുന്നതിനുള്ള അസൗകര്യം അറിയിച്ച് അവർ മറുപടി നൽകി. പെൻഷനും ആനുകൂല്യങ്ങളും ചോദിച്ചപ്പോൾ അച്ചടക്ക നടപടി തുടങ്ങിയതിനാൽ ഇപ്പോൾ നൽകാനാവില്ലെന്ന് അറിയിച്ചു. സുപ്രീം കോടതി പറഞ്ഞിട്ടും അനുകൂല നടപടികൾ ഇല്ല. ഇപ്പോൾ പുതിയ കേസ് ഉണ്ടാക്കുകയാണ്. സിസ സാങ്കേതിക സർവകലാശാലയിലെ ഫയലുകൾ മോഷ്ടിച്ചു എന്താണ് പുതിയ കഥ? സർവകലാശാലയുടെ ബോർഡ് ഓഫ് ഗവർണേഴ്സ് ആണ് കഥ ഉണ്ടാക്കി പോലീസിൽ നൽകിയത്. VC നിയന്ത്രിക്കുവാൻ സിൻഡിക്കേറ്റിന്റെ ഒരു സബ് കമ്മിറ്റി നിയോഗിച്ചു. അത് തന്റെ വിയോസിനെ കുറിപ്പടക്കം രാജ്ഭവനിലേക്ക് അയച്ചു. അക്കൂട്ടത്തിൽ അയച്ച ഫയലുകൾ കാണുന്നില്ലെന്നായിരുന്നു അവസാനത്തെ ആരോപണം. ഗവർണറും സർക്കാരുമായുള്ള വഴക്കിൽ സിസയെ ബലിയാടാക്കരുതെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആവശ്യപ്പെട്ടു. സുപ്രീം കോടതിയും ഇതുതന്നെ ആവശ്യപ്പെട്ടു. സർക്കാർ അനുമതി ഇല്ലാതെ VC പദവി ഏറ്റെടുത്തത് സുപ്രീം കോടതി ശരിവെച്ചു. എന്നിട്ടും പീഡനം തുടർന്നു. പെൻഷൻ കൊടുക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേട്ടയാടിക്കൊണ്ടിരുന്നു. സിസ തോമസിനെ ഗവർണർ രക്ഷിച്ചു. 2024 ഡിസംബറിൽ അവരെ ഡിജിറ്റൽ സർവകലാശാലയുടെ താൽക്കാലിക വൈസ് ചാൻസലർ ആക്കി. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും അവരുടെ രക്ഷയ്ക്ക് വീണ്ടും എത്തി. സർക്കാർ കൂട്ടാക്കിയില്ല. അവസാനം 2025 ജൂണിൽ 2 ആഴ്ചയ്ക്കകം പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകാൻ കോടതി വിധിച്ചത് സർക്കാർ നടപ്പിലാക്കി. ഇപ്പോൾ അവരെ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിക്കുവാൻ സമ്മതിക്കുന്നു. അതുപോലെ ചാൻസലറുമായി ഉടക്കിയ കേരള സർവകലാശാലയുടെ രജിസ്ട്രാർ KS അനിൽകുമാറിനെയും മാറ്റി. ഭാരതാംബയുടെ ചിത്രം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതിനാലാണ് വൈസ് ചാൻസലർ മോഹൻ കുന്നുങ്കൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. ഇടതുപക്ഷം പക്ഷേ ആ ശിക്ഷണ നടപടി അംഗീകരിച്ചില്ല. വൈസ് ചാൻസലറുമായി തുറന്ന പോരാട്ടത്തിലായി. അവസാനം അക്കാര്യത്തിലും കീഴടങ്ങി. ഇനി 2ാം പിണറായി സർക്കാരിന് ബാക്കിയുള്ളത് 3 മാസമാണ്. ഇക്കാലത്ത് വല്ലതും ചെയ്യണമെന്ന് പിണറായിക്കുണ്ടാവും. അതിന് ഗവർണറുമായുള്ള നല്ല ബന്ധം അനിവാര്യമാണ്. കീഴടങ്ങിയല്ല തടസ്സം മാറ്റുകയാണ് പിണറായി ചെയ്തത്. അതുതന്നെയാണ് PMCയുടെ കാര്യത്തിലും തൊഴിൽ നിയമത്തിന്റെ കാര്യത്തിലും. കേന്ദ്രത്തിന് അനുകൂലമായ നിലപാട് എടുക്കുന്നതും ഈ ലക്ഷ്യത്തോടെയാണ് എന്ന് കരുതാം. വഴക്ക് കൂടി കളയാൻ ഇനി സമയമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന തീവ്ര വോട്ടർ പരിഷ്കരണ പട്ടികയുടെ കേരളത്തിലെ കരടായി. ഇതിൽ നിന്നും ഉള്ളവരാകും 2026 നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം വിനിയോഗിക്കുക. കേരളത്തിലെ 2,73,50,856 വോട്ടർമാരിൽ 93.5% പേരുടെയും വിവരങ്ങൾ തിരിച്ചു കിട്ടി. ഇതനുസരിച്ച് കേരളത്തിൽ 24.08 ലക്ഷം വോട്ടർമാർ പട്ടികയിൽ നിന്നും പുറത്തായി. 8.65% ഫോറങ്ങൾ, അതായത് 64,98,085 കിട്ടാനുണ്ട്. മരിച്ചവർ 6.94 ലക്ഷം, താമസം മാറിയവർ 8.16 ലക്ഷം, ഇരട്ടിപ്പ് 1.36 ലക്ഷം. അസാധ്യമെന്ന് രാഷ്ട്രീയക്കാർ പ്രവചിച്ച കേരളത്തിലെ വോട്ടർ പട്ടിക അങ്ങനെ തയ്യാറായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ദിനങ്ങളിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന കേസ് അന്വേഷണം വഴിതെറ്റുന്നതായി
ഹൈക്കോടതിക്ക് തന്നെ തോന്നി തുടങ്ങി. കേസ് അന്വേഷണത്തിലേക്ക് ഇ ഡി കടന്നു വരുന്നതും കേസ് ഞങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് CBI എത്തുന്നതും ആപത്താണ്. ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ 41 തവണ മാറ്റിവെച്ചവരാണ് CBI. ചാരക്കേസും അവർ തിന്നു തീർത്തു. കരുവന്നൂർ തട്ടിപ്പ് കേസ് കത്തി നിന്നപ്പോൾ ED വന്ന് രേഖകളെല്ലാം സ്വന്തമാക്കി. പ്രതികളെല്ലാം രക്ഷപ്പെട്ടു. ഉദാഹരണങ്ങൾ നിരവധിയാണ്. അതുകൊണ്ട് സത്യം പുറത്തു വരണമെന്നും കുറ്റവാളികൾ പിടിക്കപ്പെടണമെന്നും ഹൈക്കോടതി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേസ് അന്വേഷണം ഇപ്പോഴത്തേതുപോലെ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ കേരള പോലീസ് തന്നെ നടത്തട്ടെ. കേരള സർക്കാർ ഇടപെടാൻ നടത്തുന്ന ശ്രമങ്ങളെ ഡിസംബർ 19 ചെയ്ത പോലെ ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ മതി, ജനം അറിയും. ഒതുക്കാൻ നോക്കുന്നവർ പത്തി താഴ്ത്തും, പിന്നെയും ഉയർത്തും. കോടതി ജാഗ്രത പുലർത്തിയാൽ കള്ളന്മാരെല്ലാം കുറെ കാലം ജയിലിലെങ്കിലും കിടക്കും. നല്ല നിലയിൽ പുരോഗമിച്ചുകൊണ്ടിരുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം വല്ലാതെ മരവിച്ചു എന്ന് ഡിസംബർ 19 വെള്ളിയാഴ്ച ഹൈക്കോടതി കുറ്റപ്പെടുത്തിയത് നല്ല ഇടപെടലാണ്. എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളായ KP ശങ്കർദാസിനെയും വിജയകുമാറിനെയും അറസ്റ്റ് ചെയ്തില്ല എന്ന് കോടതി ചോദിച്ചു. സ്വർണം കട്ട ഉന്നതരെ രക്ഷിക്കാനാണോ പരിപാടി എന്ന മട്ടിലായി ചോദ്യം. അറസ്റ്റിലായ N വാസു, മുരാരി ബാബു, KS ബൈജു എന്നിവരുടെ ജാമ്യാപേക്ഷ തള്ളിയപ്പോഴാണ് കോടതി നിരീക്ഷണം നടത്തിയത്. ദേവസ്വം ബോർഡിലെ മുൻ അംഗങ്ങളായ KP ശങ്കർദാസ്, വിനയ്കുമാർ എന്നിവരുടെ കാര്യത്തിൽ എന്തു സംഭവിച്ചു എന്ന് കോടതി തിരക്കി. ശബരിമലയിലെ സമ്പത്ത് സൂക്ഷിക്കേണ്ടവർ തന്നെ നശിപ്പിക്കുന്നവരായി കോടതി പറഞ്ഞു. പ്രധാന കക്ഷികളെ അറസ്റ്റ് ചെയ്യുവാൻ മടിക്കുന്നതായി കോടതി നിരീക്ഷിച്ചു. ഇതേ തുടർന്ന് ചില നടപടികൾ ഉണ്ടായി. പോറ്റിയുടെ സുഹൃത്തുക്കളായ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരെ സംഘം അറസ്റ്റ് ചെയ്തു. 2009 മുതൽ പോറ്റിയും ഇവരുമായി ബന്ധത്തിലാണ്. ഇവർ സത്യം വെളിപ്പെടുത്തുന്നില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പക്ഷം. പോറ്റിയോടൊപ്പം എഴുതി തയ്യാറാക്കിയ തിരക്കഥ ആവർത്തിക്കുകയാണ് എല്ലാവരും. വിജയ് മല്യ സ്ഥാപിച്ച യഥാർത്ഥ സ്വർണ്ണപ്പാളി എവിടെ എന്ന ചോദ്യം അന്വേഷണ സംഘത്തെ വല്ലാതെ വലയ്ക്കുന്നു. ചെന്നൈയിൽ രാസലായനിൽ മുക്കിയെന്നും മറ്റു പ്രതികൾ പറയുന്ന വാദം അന്വേഷണ സംഘം വിശ്വസിക്കുന്നില്ല. കേസിന് പുതിയ മാനങ്ങൾ ഉണ്ടാവുകയാണ്. ഗോവർദ്ധൻ നൽകിയ സംഭാവനകൾ എവിടെ? അദ്ദേഹം ശബരിമലയിൽ കാഴ്ചവെച്ച 3 ലക്ഷത്തോളം വില വരുന്ന സ്വർണമാല ഈ ദിവസങ്ങളിൽ മാത്രമാണ് ശബരിമലയിലെ രേഖകളിൽ വന്നത്. എല്ലാവരും കക്കുകയായിരുന്നു എന്ന ചിന്തയാണ് ശക്തമാകുന്നത്. കുഞ്ചൻ നമ്പ്യാർ പാടിയതുപോലെ എംബ്രാൻ അല്പം കട്ടുപുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കുമെന്ന നിലയിലാണ് അവിടെ കാര്യങ്ങൾ എന്ന് വരുന്നു. സ്വർണം പൂശിയ ശേഷം ബാക്കി വന്ന 474 ഗ്രാം സ്വർണത്തിന് വിലയായ 9,99,995 രൂപ ദേവസ്വം ബോർഡിന് കൊടുത്തതിന്റെയും മറ്റു രേഖകളും ഗോവർദ്ധൻ ഹാജരാക്കി. പഞ്ചലോഹ വിഗ്രഹ മോഷണവും കച്ചടവും നടന്നതിന്റെ സൂചനകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തല കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചെന്നൈയിലുള്ള ഒരു വ്യവസായിയാണ് ഈ സൂചന കൊടുത്തത്. ഇതിനായി ഡിമണി എന്ന വാണിക്ക് തലസ്ഥാനത്ത് വന്നതായും വൻതുക കൈമാറിയതായും പോലീസിന് വിവരം ലഭിച്ചതായാണ് അറിയുന്നത്. കശുവണ്ടി കച്ചവട കേസിൽ ചെന്നിത്തലയുടെ വിശ്വസ്തൻ ചന്ദ്രശേഖരനെ വഴിവിട്ട് സഹായിക്കുന്ന പിണറായിയെ രക്ഷിക്കാനാണോ രമേശ് ചെന്നിത്തല മൊഴിയുമായി എത്തിയതെന്ന് സംശയം ബലപ്പെടുകയാണ്. മൊഴി കൊടുക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല പെട്ടെന്ന് മൊഴി കൊടുത്തതും പഞ്ചലോഹ കച്ചവട കഥ വന്നതും എല്ലാം ആസൂത്രിതമാകാം. കേരള പോലീസിലെ 2 മുതിർന്ന ഉദ്യോഗസ്ഥർ കേസ് വഴിതെറ്റിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നതായും അന്വേഷണം മന്ദഗതിയിലാക്കിയതായും പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തിയത് കൂട്ടിവായിക്കണം. അതുകൊണ്ട് തൽക്കാലം കേസ് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ അന്വേഷിക്കട്ടെ. കേരളത്തിലെ കള്ളന്മാരെ പിടികൂടാം, പിന്നീടാവാം അന്തർദേശീയ ബന്ധങ്ങൾ. EDക്കും CBIക്കും പിന്നെയും അന്വേഷിക്കാമല്ലോ. ഇവിടുത്തെ പ്രതികളെ പിടിച്ച ശേഷം അന്തർദേശീയ തട്ടിപ്പുകാരിലേക്ക് തിരിയാം. ഇപ്പോഴത്തെ നീക്കങ്ങൾ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നിന്നും എപ്പോൾ കേസ് പോകുന്നോ അപ്പോൾ തന്നെ വൻ സ്രാവുകൾ രക്ഷപ്പെടും. ഏതാനും ഉദ്യോഗസ്ഥരാവും പ്രതികൾ. അനുവദിക്കരുത് ഈ രക്ഷപ്പെടലിന്. BJPയും CPMും തമ്മിലുള്ള പാലായി രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ് മാറിയെന്ന് ആദ്യം സമ്മതിച്ചത് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ്. കേരള സർക്കാർ PM-ശ്രീ പദ്ധതിയോടുള്ള എതിർപ്പ് മാറ്റിവെച്ച് പദ്ധതി ഒപ്പിട്ടത് അങ്ങനെയാണ്. പാലം വേറെയും പണികൾ ചെയ്യുന്നുണ്ട്. പാർലമെന്റ് സമ്മേളനം നടന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി BMW-വിന്റെ സമ്മേളനത്തിന് പോയതിനെ BJP-കാരുടെ ഭാഷയിൽ ബ്രിട്ടാസ് വിമർശിച്ചു. രാഹുൽ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന സങ്കടവും BJP-ക്കുണ്ട്. അദ്ദേഹം സർക്കാരിനെതിരെ സംസാരിക്കുന്നു. ഭരണഘടനാ സംവിധാനങ്ങളെ സർക്കാർ അടിമപ്പെടുത്തിയതായി കുറ്റപ്പെടുത്തുന്നു. വോട്ട് ചോരി കഥകൾ പ്രചരിപ്പിക്കുന്നു. അദ്ദേഹം ഇവിടെ പറയുന്ന കാര്യങ്ങൾ തന്നെ. ഇന്ത്യയിൽ കാര്യങ്ങൾ അത്ര നല്ല നിലയിലല്ല എന്ന ധാരണ പടർത്തുന്ന വാക്കുകളാണിവ. ലോക്സഭാ സ്പീക്കർ വിളിച്ച ചായ സമ്മേളനത്തിന് പ്രിയങ്ക പോയതിനെയും ബ്രിട്ടാസ് രൂക്ഷമായി വിമർശിച്ചു. സ്പീക്കർ ബ്രിട്ടാസിനെ ക്ഷണിച്ചില്ലയോ ആവോ? RSP നേതാവ് NK പ്രേമചന്ദ്രൻ
കോൺഗ്രസ് നേതാവ് കുമാരി ഷെൽജ എന്നിവർ ക്ഷണിക്കപ്പെട്ടിരുന്നു. മൺസൂൺ സമ്മേളന കാലത്ത് സ്പീക്കർ വിളിച്ച ചായ വിരുന്ന് പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരുന്നു. വോട്ട് ചോരി കോൺഗ്രസിന്റെ മാത്രം വിഷയമാണെന്ന കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അഭിപ്രായപ്പെട്ടതും ചേർത്ത് വായിക്കണം. ബ്രിട്ടാസ് ഇതെല്ലാം ആർക്കു വേണ്ടി പറയുന്നുവെന്ന് എല്ലാവർക്കും സംശയമായി. അദ്ദേഹം ശരിക്കും പാലമായി. പാലത്തിനൊരു ദുരന്തമുണ്ട്. കാലാന്തരത്തിൽ ഏറെ പേരുടെ ചവിട്ട് കൊള്ളേണ്ടി വരും. ചവിട്ടുകൊള്ളാനുള്ള ഒരു സ്വയസമർപ്പണം കൂടിയാണ് പാലമാകുന്ന പ്രവൃത്തി. ബംഗാൾ സിംഹി മമതാ ബാനർജിയുടെയും അവരുടെ തൃണമൂൽ കോൺഗ്രസിന്റെയും കരുത്ത് ബംഗാളിലെ 27% വരുന്ന മുസ്ലിമുകളാണ്. BJP ശക്തമായ ഹിന്ദു ധ്രുവീകരണം സാധ്യമാക്കുന്നത് തൃണമൂലടക്കം കോൺഗ്രസും CPM നടത്തുന്ന പരുത്തിവിട്ട മുസ്ലിം പ്രീണനം മറയാക്കിയാണ്. ഇപ്പോഴിതാ മമതയുടെ മുസ്ലിം വോട്ട് ബാങ്കിന് ഒരു വെല്ലുവിളി. ഒരിക്കൽ തൃണമൂലിൽ മമതയുടെ വലം കൈയായിരുന്ന ഹുമയൂൺ കബീർ ജനത ഉന്നയൻ പാർട്ടി എന്ന പ്രസ്ഥാനം ഉണ്ടാക്കി മുസ്ലിം വോട്ടുകൾ സമാഹരിക്കുന്നു. മുർഷിദാബാദിൽ അദ്ദേഹം ശക്തി തെളിയിച്ചു കഴിഞ്ഞു. മറ്റു മുസ്ലിം മേഖലകളിലും മത്സരിക്കുവാനാണ് പരിപാടിയിടുന്നത്. ബംഗാളിലെ 294 അംഗ നിയമസഭയിലെ 135 സീറ്റിൽ മത്സരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബാബരി മസ്ജിദ് മാതൃകയിൽ ഒരു മോസ്ക് മുർഷിദാബാദിൽ സ്ഥാപിക്കുമെന്നാണ് പ്രഖ്യാപനം. അതിനായി 5 കോടി രൂപ സമാഹരിച്ചു കഴിഞ്ഞു. ബംഗാളിലെ 27% വരുന്ന മുസ്ലിം വോട്ടുകൾ അദ്ദേഹം ഭിന്നിപ്പിച്ചാൽ മമത വിയർക്കും. 225 സീറ്റോടെ ഭരിക്കുന്ന 4ാം ഊഴത്തിന് കച്ചമുറുക്കുന്ന മമതയ്ക്ക് അത്ര എളുപ്പമാവില്ല കാര്യങ്ങൾ. ഹുമയൂൺ കബീർ ബംഗാളിൽ ഒരു ബിദ്രൻവാല പോലും ആയി മാറാം. അത് നാടിന്റെ ഐക്യത്തിന് പോലും അപകടമാകാം. ഷിലോങ്ങിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.